പശ്ചിമ ബംഗാളിൽ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള ബി.ജെ.പി. സർക്കാർ ആദ്യ മന്ത്രിസഭാ വികസനം പൂർത്തിയാക്കി. തിങ്കളാഴ്ച കൊൽക്കത്തയിലെ ലോക് ഭവനിൽ നടന്ന ചടങ്ങിൽ 35 പുതിയ മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഇതോടുകൂടി ഇപ്പോൾ ബംഗാളിലെ ഒരു പൂർണ്ണ ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. ഇനി മമതയുടെ യാതൊരു വിധത്തിലുള്ള കളിയും അവിടെ നടക്കില്ല എന്നതാണ് മറ്റൊരു വാസ്തവം. ബി.ജെ.പി. സർക്കാരിനെ ഇകഴ്ത്തി കാണിക്കാനുള്ള ശ്രമങ്ങൾ പല രീതിയിലും അവിടെ നടക്കുകയാണ്. മെയ് 9 പശ്ചിമബംഗാളിലെ ആദ്യ ബി.ജെ.പി. മുഖ്യമന്ത്രിയായി തന്നെ സുവേന്ദു അധികാരിയും മറ്റ് 5 മുതിർന്ന ബി.ജെ.പി. നേതാക്കളും മാത്രമായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. പുതിയ 35 പേർ കൂടി എത്തിയതോടുകൂടി തന്നെ ബംഗാൾ മന്ത്രിസഭയുടെ ആകെ അംഗസംഖ്യ 41 തന്നെ ഉയരുകയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ വിഭാഗങ്ങൾക്കും പ്രാധാന്യം നൽകിയാണ് ബി.ജെ.പി. സർക്കാർ മന്ത്രിസഭ വികസിപ്പിച്ചിരിക്കുന്നത്. മുൻ സർക്കാരുകളിൽ അവഗണിച്ചു എന്ന ബി.ജെ.പി. ആരോപിക്കുന്ന വടക്കൻ ബംഗാൾ, തെക്കു പടിഞ്ഞാറൻ ബംഗാൾ എന്നീ മേഖലകൾക്ക് ഇത്തവണ ശക്തമായ പ്രാതിനിധ്യമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ തന്നെ പട്ടികജാതി, പട്ടികവർഗം, വനിതകൾ എന്നിവർക്കും മന്ത്രിസഭയിൽ പ്രത്യേക പരിഗണന ലഭിച്ചു. മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയും സംസ്ഥാന ബി.ജെ.പി. അധ്യക്ഷൻ സാമിക് ഭട്ടാചാര്യയും ഡൽഹിയിലെത്തി പാർട്ടി കേന്ദ്ര നേതൃത്വവുമായി നടത്തിയ കൂടിക്കാഴ്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ മന്ത്രിസഭയുടെ അന്തിമ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ബി.ജെ.പി. നേതാവുമായ സ്വപൻ ദസ്ഗുപ്ത ഉൾപ്പെടെയുള്ളവർ മന്ത്രിസഭയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയതിന് പിന്നാലെ തന്നെ രൂപീകരിച്ച സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ വികസനമാണിത്. പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയോടുകൂടി തന്നെ സംസ്ഥാന മന്ത്രിസഭയുടെ അംഗസംഖ്യ 41 തന്നെ ഉയരും. ഭരണഘടനാപരമായി അനുവദിച്ചിരിക്കുന്ന പരമാവധി ആ പരിധിയിലേക്ക് മന്ത്രിസഭയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന നീക്കമാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. മന്ത്രിസഭയിൽ പരിചയസമ്പന്നരായ നേതാക്കളും ആദ്യമായി തന്നെ മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്ന മുഖങ്ങളും അവിടെ ഈ മുഖങ്ങൾ ഉൾപ്പെടെയാണുള്ളത്. മുൻ ക്രിക്കറ്റ് താരം അശോക് ധിന്ന ഉൾപ്പെടെ തന്നെ നിരവധി പ്രമുഖരാണ് മന്ത്രിസ്ഥാനത്തേക്ക് ഉണ്ടായിരിക്കുന്നത്. വിവിധ മേഖലകളിലെയും സാമൂഹിക വിഭാഗങ്ങളിലെയും പ്രതിനിധീകരിക്കുന്ന തരത്തിൽ മന്ത്രിസഭ രൂപീകരിക്കാൻ ബി.ജെ.പി. നേതൃത്വം ശ്രമിക്കുന്നു എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതേസമയം ബി.ജെ.പി. ബംഗാളിൽ അധികാരമേറ്റതിനു ശേഷം അതിന് പിന്നാലെയാണ് ഇപ്പോൾ സംസ്ഥാനത്തിന്റെ ഭരണ രീതിയിൽ പോലും അല്ലെങ്കിൽ നയങ്ങളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പോലും പാർട്ടി നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. അതിർത്തി സുരക്ഷ, തൊഴിൽ, വ്യവസായ നിക്ഷേപം, അടിസ്ഥാന സൗകര്യ വികസനം, സമാധാന സംവിധാനം എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുമെന്ന സൂചനകളാണ് ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുന്നത്. മന്ത്രിസഭാ വികസനത്തോടുകൂടി തന്നെ ഇനി എല്ലാവരുടെയും ശ്രദ്ധ പുതിയ മന്ത്രിമാർക്ക് ലഭിക്കുന്ന വകുപ്പുകളിലേക്കാണ്. ധനം, ആഭ്യന്തരം, വ്യവസായം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ പ്രധാന വകുപ്പുകൾ ആരുടെ കൈകളിലേക്ക് എത്തുമെന്നതും രാഷ്ട്രീയ ചർച്ചകളിൽ ഇടം പിടിക്കുകയാണ്. അതേസമയം തൃണമൂൽ കോൺഗ്രസിന്റെ ദീർഘകാല ഭരണത്തിന് ശേഷം അധികാരത്തിലെത്തിയ ബി.ജെ.പി. സർക്കാർ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ എത്ര വേഗത്തിൽ നടപ്പിലാക്കുമെന്ന ചോദ്യം പോലും ഇപ്പോൾ ഉയരുകയാണ്. പുതിയ മന്ത്രിസഭയുടെ പ്രകടനം സംസ്ഥാനത്തിന്റെ ഭാവി രാഷ്ട്രീയ ദിശയിലേക്ക് ആ ഒരു ദിശയെ നിർണ്ണയിക്കുമെന്നത് തന്നെയാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.